ഹായ് ഓൾ. അങ്ങനെ ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ ട്രെയിൻ യാത്രയ്ക്ക് പിന്നിൽ ഒരുപിടി സ്വപ്നങ്ങളുണ്ട്, അതിലേറെ പ്രതീക്ഷകളും. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. പനിയും ജലദോഷവും കാരണം ഒന്ന് അനങ്ങാൻ പോലും വയ്യെങ്കിലും ഉറക്കം കെടുത്തുന്ന ഒരു സ്വപ്നം ഉള്ളിലുള്ളത് കൊണ്ട് വയ്യായികയെ ഗൗനിക്കാതെയുള്ള യാത്രയാണിത്. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പനിയുടെ പാ എന്ന് എഴുതി കാണിച്ചാൽ ലീവ് എടുക്കുന്നയാളാണ് ഞാൻ എന്നത് ഒരു തഗ്ന സത്യം. അതാണ് പാഷനോട് കൂടി ഒരു കാര്യം ചെയ്യുന്നതും ഇഷ്ടമില്ലാതെ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ട്രെയിനും 2-3 ബസ്സും ഒക്കെ പിടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി. വെറും യൂട്യൂബ് റെഫറൻസ് മാത്രം കൊണ്ടുള്ള ഒരു യാത്ര. അല്ലെങ്കിലും ലൈഫിൽ റിസ്ക് എടുത്തിട്ടുള്ളവനെ വിജയിച്ചിട്ടുള്ളൂ എന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ പ്രോഡക്ട്സും ഡിഫക്ട്സ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയാണ് എടുത്തത്. ഓരോ സംശയങ്ങളും ചോദിച്ചു മനസ്സിലാക്കി എഴുതിയെടുത്തു. വേണ്ട പ്രോഡക്ട്സ് എല്ലാം വാങ്ങി ഫുഡും കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോഴും പനിയും ചുമയും വിറയിലും എല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും തളരില്ലെന്ന മട്ടിൽ ഞാനും. ദൈവവിശ്വാസം കുറച്ചധികമുള്ളയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുടുംബദേവതയ്ക്കും ശാർക്കര ദേവിക്കും സാരി സമർപ്പിച്ച് ഒരു പുതിയ തുടക്കത്തിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക്.